ഭരണം മാറിയതോടെ നമ്മുടെ സ്വപ്ന സുരേഷ് പൂർവാധികം ഭംഗിയോടെ രംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കും. ഇപ്പം നിരന്തരമായി അവർ എല്ലാ മാധ്യമങ്ങൾക്കും അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ വിളിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ മാറി, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, വീണ്ടും പല കാര്യങ്ങളിലേക്കും അന്വേഷണം തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ ഏതാണ്ട് ശരിയായി വരുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യം എല്ലാവരും തള്ളിക്കളയുകയായിരുന്നു. ഇവർ ഇന്നലെ കുറ്റവാളിയാണ്, ഇവർ പറഞ്ഞ വ്യശ്വാസതയില്ല എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു. സ്വപ്ന സുരേഷിനെ സരിതയോട് ഉപമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ സരിതയും സ്വപ്നയും രണ്ട് വ്യത്യസ്തമായ സ്ത്രീകളാണ്, രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അതെ, സരിതയെ പോലെയുള്ള ആളല്ല സ്വപ്ന. സ്വപ്ന വിശ്വസിച്ചത് ഒരാളെ മാത്രമാണ്, ആ ആളവരെ. അതായത് ശിവശങ്കരൻ്റെ സ്വന്തം ആളായിരുന്നു സ്വപ്ന. ശിവശങ്കരൻ അവരെ അതിനുവേണ്ടിയാണ് നിയോഗിച്ചത്. ആ നിയോഗത്തിനിടയിൽ അയാൾ ചതിക്കുകയുണ്ടായി. അതേ തുടർന്ന് അവർക്ക് പറയാനുള്ളതല്ല അവർ തുറന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി പ്രകാരം ഒരു കേസുണ്ടല്ലോ, അതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനിൽ അക്കരെ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അന്ന് പോലെ ഇതിനെതിരെ വന്നപ്പോൾ അന്ന് അനിൽ അക്കരെ ഇവർ ചീത്ത വിളിച്ച അയാൾ വികസന വിരോധിയാണെന്നാണ്. ഈ അനിൽ അക്കരെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവന് വീട് കൊടുക്കുന്നതിനെതിരെ ഇതിനെ പൊളിക്കാൻ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു അന്നൊക്കെ CPM. ഇപ്പോഴാണ് അന്നേ നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ വലിയ തട്ടിപ്പുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നലെ 3 മണിക്കൂർ ഈ സ്വപ്ന സുരേഷിൽ നിന്ന് വിജിലൻസ് മൊഴിയെടുത്തു. കാരണം ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE എന്നുള്ള സന്നദ്ധ സംഘടനയാണ് ഇവിടെ ഫണ്ട് ചെയ്യുന്നത്. സ്വകാര്യ സംഘടനയാണ്. അതെ, അതിൻ്റെ ഫണ്ടിൽ നിന്നും ഇവർ കമ്മീഷൻ കൈപ്പറ്റി, കോടികൾ കോഴയായിട്ട് കൈപ്പറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിനകത്ത് യഥാർത്ഥ കക്ഷികൾ ശിവശങ്കരനും നമ്മുടെ പിണറായി വിജയനുമാണെന്നുള്ള മൊഴി ആണ് സ്വപ്ന നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. കാരണം ഈ ഒന്നാം പിണറായി സർക്കാരിൽ ശിവശങ്കരനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി പിണറായി മുന്നോട്ട് പോയത് പോലും ഇത്തരം അഴിമതികളുടെ ഒരു നടത്തിപ്പിന് വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു വാസ്തവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാൾ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ. അതെ, ഒരു കാര്യം ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ അസാമാന്യ കഴിവുള്ള ആളെന്നാണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാം തന്നെ അയാൾ മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. നേരത്തെ അദ്ദേഹത്തിലുള്ള പല പദവികളിലും വളരെ നല്ല ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരാളായിരുന്നു ശിവശങ്കർ. പക്ഷേ പിണറായി അടുത്ത് ചെന്നപ്പോഴാണ് ഇതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹം ചിന്തിച്ചതും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞ ജീവൻ തന്നെ ഇല്ലാതാക്കിയ അവസ്ഥയിലെത്തിയതും ഈ ഒരു സാഹചര്യത്തിലാണ്. ഈ പിണറായി വിജയനും CPM അണികളും പിണറായിയുടെ അടുപ്പക്കാരും ഒക്കെ ചേർന്ന് ഇല്ല എന്ന് പറഞ്ഞിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഉണ്ട് എന്നായിരിക്കുകയാണിപ്പോൾ. അതെ, നമുക്കറിയാം സ്വർണ്ണക്കടത്ത് ഇല്ലാത്തൊരു സംഭവമായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്വപ്ന സുരേഷ് വെറുതെ പറഞ്ഞാണ്. കരിമണൽ കർത്തായുടെ കൈക്കൂലി അതില്ല എന്നാണ്. ഏത് കർത്ത എന്നാണ് ചോദിച്ചത്? ഈ റെഡ് ക്രസൻറ്റിൻ്റെ UAE റെഡ് ക്രസൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള കമ്മീഷൻ കോഴപ്പണം വാങ്ങിയ പരിപാടി. അപ്പോൾ ഇതിനൊക്കെ ആദ്യ പിണറായി സർക്കാർ കുടുങ്ങുകയും ഇതിൽ പിണറായി അറസ്റ്റിലേക്ക് നീങ്ങും, പിണറായിയുടെ അന്ന് ക്ലിഫ് ഹൗസിൽ റെയ്ഡ് നടക്കും എന്നൊക്കെ ഒരു നീക്കം നടക്കുന്ന സമയത്താണ് അവസാനം ഇത് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ പിണറായിക്കെതിരെയുള്ള ഇതെല്ലാം നിൽക്കുന്നു, അന്വേഷണം മുഴുവൻ നിൽക്കുന്നു, ആരോപണങ്ങളെല്ലാം ഇരുട്ടിലായിരുന്നല്ലോ. കേന്ദ്ര BJP സർക്കാർ പിണറായിയെ പരിപൂർണമായി സംരക്ഷിച്ചു എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ രണ്ടാം തവണ പിണറായി അധികാരത്തിൽ വരും. അപ്പോൾ അന്നെല്ലാം ചോദിച്ചേ, പിന്നീട് ഓരോ ആരോപണം പിണറായിക്കെതിരെ ഉയരുമ്പോഴും ഇവിടുത്തെ സഖാക്കന്മാർ പ്രതിരോധിച്ചിരുന്നു. നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് പോയി, നിങ്ങളുടെ ഈന്തപ്പഴത്തിനകത്തെ സ്വർണ്ണം എവിടെ പോയി, ബിരിയാണി ചെമ്പ് എവിടെ പോയി, ഖുറാനിൽ കടന്ന സ്വർണ്ണം എവിടെ പോയി, ഇതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം ബാക്കിയുള്ളവരൊക്കെ ഉത്തരം മുട്ടി നിന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് BJPയുടെ സമുന്നത നേതൃത്വം പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം എല്ലാമായി എന്ന് മുരളീധരനാണെന്ന് തോന്നുന്നു ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ BJPയിൽ. മുരളീധരൻ അടക്കമുള്ളവർ കൃത്യമായി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ പൊടുന്നനെ ഈ പിണറായി വിജയൻ ഇതിൽ നിന്നൊക്കെ ഊരിപ്പോവുകയാണ്. അതല്ല, BJPയിൽ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അതിൽ പങ്കുണ്ടോ നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം വീതം ആർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അതാണ് സംശയിക്കേണ്ടത്. അങ്ങനെ ഇടപെടലുണ്ടായിക്കാണ്. പിന്നെ അന്തർധാര ആളുടെ ഉണ്ടല്ലോ, ഇവർക്ക് വേണ്ടി ഡൽഹിയിൽ ചരട് വലിക്കാൻ ഒരുപാട് ഇടനിലക്കാരുള്ളത് കൊണ്ട് തന്നെ അവരത് പോയി ശരിയായി കാണും. ഇപ്പം EDയുടെ കണ്ടെത്തൽ എന്താണ്? ED കണ്ടെത്തിക്കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഷയം CMRLൽ നിന്നും വീണ വിജയൻ, അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിക്ക് സർവീസ് കോസ്റ്റ് എന്ന നിലയിൽ അല്ലെ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നുള്ള നിലയിൽ കൊടുത്ത പണം, ആ പണം
കോഴയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അല്ലാതെ ഇപ്പോൾ ഒരാൾക്കും പിണറായി വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ആർക്കും പിണറായി വിജയൻ നല്ലവനാണെന്ന് പറയണ്ട. പിണറായി വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ നീങ്ങുമെന്നുള്ളത് മനസ്സിലായി. വീണ വിജയൻ്റെ വസ്തുവിൻ്റെ അളവ് അതിനും എല്ലാം എടുത്തു, പിണറായി വിജയൻ്റെ വസ്തുവിൻ്റെ എടുത്തു, ഇതെല്ലാം അറ്റാച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു, കാര്യങ്ങൾ വന്നു. EDക്ക് കാര്യങ്ങൾ പിടികിട്ടി. എന്താണ് ശരിക്കും ഇത് കോഴപ്പണമാണ്, അതായത് CMRL വഴിവിട്ട് ചെയ്തു കൊടുത്ത സഹായങ്ങളുടെ പേരിൽ നടത്തിയ കോഴപ്പണമാണ്. അപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ, സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇതിൻ്റെ എല്ലാം പിന്നിൽ ശിവശങ്കരനാണ്. അതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ചർച്ചകൾ പറഞ്ഞിട്ടുള്ളത് പോലെ പക്ഷേ ശിവശങ്കരൻ ഇപ്പോഴും പലതിലും വന്നിട്ടില്ല രംഗത്തേക്ക്. എല്ലാവരും നമ്മൾ പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ ശിവശങ്കരൻ പറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ യഥാർത്ഥ പ്രതിനായകൻ ശിവശങ്കരനാണ്. ശിവശങ്കരനാണ് എന്ന് പറയാൻ കാരണം അയാളുടെ ബുദ്ധിയാണ് പിണറായി വിനിയോഗിച്ചത്. പിണറായിക്ക് ബുദ്ധിയൊന്നുമില്ല. ഇല്ല. കാരണം നമുക്കറിയാമല്ലോ, അയാൾക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. പലരും കടലാസിൽ എഴുതി കൊടുത്തവരാണോ? മാത്രമല്ല, അല്ലാതെ ഈ ആൾക്കാരെ വിരട്ടി ഞാൻ എന്തോ സംഭവമാണ്, എന്നിൽ നിന്നും എല്ലാവരും 8 അടി ദൂരം മാറി നിൽക്കൂ, ഞാൻ ഈ വരുന്ന ഞാൻ പൊട്ടിത്തെറിക്കും, ഏത് നിമിഷവും ഞാൻ പൊട്ടിത്തെറിക്കാം, അങ്ങനെ ഒരു മനുഷ്യൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കി ഇയാളിൽ നിന്ന് ഇയാളെ പർവ്വതീകരിച്ച് ഇയാളെ എന്തോ വന്യമൃഗം പോലെ ഒരു കൂട്ടിലടച്ച് അതിനപ്പുറത്ത് മാറി നിന്ന് ഇയാളെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്തിനാണ്? അതൊരു മറയാണ്. ഇപ്പോൾ അത് അങ്ങനെ മറ ഇല്ലാതെ നിയമസഭയിൽ ബാലഗോപാൽ പറഞ്ഞ നമ്മൾ കണ്ടാണല്ലോ. ഇനി ഇയാൾ ആർക്കും വേണ്ട. അപ്പോൾ ബാലഗോപാൽ പറയുന്നത് അത് മോർഫി ചെയ്ത പടമാണ്. അത് പുള്ളി നിയമസഭയിൽ ഇതിന് സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഏതോ ഓൺലൈൻ മാധ്യമങ്ങൾ മോർഫി ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്. എന്താണെങ്കിലും ശരി, ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സ്വപ്ന സുരേഷ് പറഞ്ഞതെല്ലാം സത്യമാണ്. അവരുടെ വാക്കുകളിൽ ഉണ്ട്. അല്ലെങ്കിൽ അവർ ആരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണം, അല്ലെ ആരെ കൊടുക്കാൻ വേണ്ടി അവർ പറയണം, അല്ലെ അവരാരെങ്കിലും ചാരവനിതയാണ്. ശിവശങ്കർ സംഘവും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ ഇവർ തലകൊണ്ട് വെച്ച് കൊടുത്തുള്ളതാണ്. സ്വപ്ന സുരേഷ് കേരളത്തിന് വിദേശത്ത് ജനിച്ചു വളർന്ന മലയാളിയാണെങ്കിൽ അവർ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ധാരണയൊന്നുമില്ല. ഇവരെല്ലാവരും അവരെ ഇറങ്ങി വിശ്വസിച്ച് തല വെച്ച് കൊടുത്തു. കൃത്യമായി പണി കിട്ടിയത്. അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു, അവർക്കറിയില്ലായിരുന്നു അവരെ പറ്റിക്കുകയാണെന്നുള്ളത്. ഈ ശിവശങ്കരൻ ശരിക്കും അവരെ ഉപയോഗിച്ചു. അതെ, അതിന് അവർക്കത് അറിയില്ലായിരുന്നു. ഈ പറയുന്ന ശിവശങ്കരൻ്റെ കൂടെ ഇവർ കൂടി നടക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഇത് യഥാർത്ഥ സ്നേഹമാണെന്ന് കരുതിയാണ് അവർ ശിവശങ്കരനൊപ്പം നീങ്ങിയത്. അവസാനം ശിവശങ്കരനെ തള്ളിപ്പറഞ്ഞു. പിണറായി ജയിലിൽ പോകേണ്ടതിന് പകരം ശിവശങ്കരനെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇതിനകത്തെ അട്ടിമറി പുറത്ത് നാട്ടിലുള്ളവർ അറിയുമല്ലോ, ജനം അറിയുമല്ലോ, ജനങ്ങൾ BJPക്ക് എതിരാകുമല്ലോ എന്ന് കരുതിയാണ് ശിവശങ്കരനെ ബലിയാടാക്കിക്കൊണ്ട് പിണറായി വിജയനെ രക്ഷിച്ചത്. എന്നിട്ട് ഈ ശിവശങ്കരൻ ജോലി ചെയ്ത എവിടെയാണ്? പിണറായിയുടെ ഓഫീസിൽ. അവിടേക്ക് അന്വേഷണം ചെന്നില്ലല്ലോ. ഇല്ല, അവിടേക്ക് അന്വേഷണം ചെല്ലുമെന്ന് ഇവിടുത്തെ BJPക്കാർ സന്ദർശനങ്ങളുടെ വീഡിയോ അവിടെ CCTV എല്ലാം കളഞ്ഞു. ഇതെല്ലാം. പക്ഷേ എന്ത് പറ്റി? കാലം കാത്തുവെച്ച ഒരു കാവ്യനീതി അല്ലെങ്കിൽ ഒരു സത്യമുണ്ട്. ഒരു സത്യം എപ്പോഴായാലും മറ നീക്കി പുറത്തു വരും എന്നുള്ളതിന് ഉള്ള ഒരു ഉദാഹരണമാണ്. അതെന്ത് സംഭവിച്ചു? അത് മറ നീക്കി പുറത്തു. അങ്ങനെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇത് വന്നത്, ഈ CMRLൻ്റെ കോഴ ഇടപാട് വന്നത്. അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിലെ തട്ടിപ്പ് വന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷ് കൊടുത്തിരിക്കുന്നത് വെറും മൊഴി മാത്രമല്ല, അവരുടെ കയ്യിൽ തെളിവുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ അവർ കൈമാറിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു. പിന്നെ സംസ്ഥാന വിജിലൻസ് ആണ്, നമുക്കറിയാം. ഒത്തുതീർപ്പിൻ്റെ ആശാന്മാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതൊക്കെ ഉറപ്പാണ്. കാരണം ഈ MR ഒരുക്കിയ ആ സുരക്ഷ ഉണ്ടല്ലോ, അത് പിണറായി വിജയനും കിട്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ശരി, പിണറായി വിജയനൊക്കെ ഒരു കള്ളത്തിൻ്റെ ഒരു വലിയ കോട്ട കെട്ടി അതിനുള്ളിൽ കഥ അടച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. ആ കള്ളത്തിൻ്റെ കോട്ടകളുടെ ഇഷ്ടിക ഓരോന്നായിട്ട് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അടർന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുന്ന ഒരു കാലം വിദൂരമല്ല. പക്ഷേ ഇവരെയൊക്കെ ശിക്ഷിക്കുമെന്നോ നിയമത്തിൻ്റെ മുമ്പ് ഇവരെ എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിലെ 3 മുന്നണികളും ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പം പൊളിഞ്ഞടുക്കി നിൽക്കുകയാണ്. അതെ, എല്ലാവരും 3 മുന്നണികളും പൊളിഞ്ഞടുക്കി. 4ാമതൊരു ഓപ്ഷൻ ജനങ്ങൾക്കില്ല. അതാണ് അവിടെയാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും സ്വപ്ന സുരേഷിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടനെ തന്നെ എത്താനുള്ള സാധ്യത വളരെയേറെയാണ്.